ഹലോ ഡിയേഴ്സ്, വെൽക്കം ടു തണ്ട കിച്ചൺ റെസിപ്പീസ്. കുട്ടികൾക്ക് വളരെ ഇഷ്ടപ്പെട്ട ചിക്കൻ സോസേജ് എങ്ങനെ നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കാമെന്നതാണ് ഇന്നത്തെ റെസിപ്പി. കുട്ടികൾക്ക് വറുത്തൊക്കെ കൊടുക്കാം, വളരെ നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ബോൺലെസ് ചിക്കൻ ചെറിയ പീസസ് ആക്കി കട്ട് ചെയ്തെടുക്കണം. ഇതിൽ പാടൊന്നും ഇല്ലാതെ വേണം നമ്മൾ ഇത് കട്ട് ചെയ്തെടുക്കാനായിട്ട്. ഇത് നമുക്കൊരു ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. പ്രോസസ്സർ ഇല്ലാതെ നമുക്ക് ജാറിൽ തന്നെ മിക്സ് ചെയ്ത് ഇത് ഉണ്ടാക്കിയെടുക്കാം. മിക്സിയുടെ ജാറിൽ, ഞാനിപ്പോൾ സാധാരണ ഒരു മിക്സിയുടെ ജാറിലേക്കാണ് ഇതിട്ട് കൊടുക്കുന്നത്. ഈ ചിക്കൻ പീസസ് ഇതിലേക്ക് ഇട്ടതിന് ശേഷം ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കണം. ഇപ്പോൾ നന്നായി അരച്ച ചിക്കൻ ഒരു സ്പൂൺ കൊണ്ട് നടുവിലേക്ക് കൂട്ടി വയ്ക്കുക. എന്നിട്ട് ഇതിലേക്ക് കുരുമുളക് പൊടി ഒരു 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സും കൂടി ചേർക്കാം. പിന്നെ ഇതിലേക്ക് ഫ്രഷായിട്ട് ചതച്ചെടുത്ത ഇഞ്ചി 1 ടീസ്പൂൺ ചേർക്കാം. 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചതച്ചതും ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1.5 ടീസ്പൂൺ സോയാ സോസ് ചേർത്ത് കൊടുക്കാം. ഇനി 2 ടീസ്പൂൺ മൈദ ചേർക്കാം. പിന്നെ 1 ടീസ്പൂൺ കോൺഫ്ലവറും കൂടി ചേർക്കാം. എന്നിട്ടിത് മൂടി വെച്ച് നല്ലതുപോലെ വീണ്ടും അരച്ചെടുക്കുക. നന്നായിട്ട് അരഞ്ഞു കിട്ടണം. ഇപ്പോൾ ചിക്കനും മസാല എല്ലാം കൂടി നന്നായിട്ട് അരഞ്ഞു കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിൽ ചേർത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കാം. ഇനി കൈവെള്ളയിൽ കുറച്ച് എണ്ണ തടവിയിട്ട് നമുക്ക് ഈ ചിക്കൻ അരച്ചെടുത്തത് നല്ലതുപോലെ സോസേജ് ഉണ്ടാക്കാനുള്ള ഉരുളകളാക്കി മാറ്റാം. ഞാൻ 300 ഗ്രാം ചിക്കനാണ് എടുത്തിരുന്നത്. അതുകൊണ്ട് ഇപ്പം 9 സോസേജ് ഉണ്ടാക്കാനുള്ള ഉരുളകളാക്കി മാറ്റിയിട്ടുണ്ട്. ഇനി ഇത് റാപ്പ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരു പലകയിലേക്ക് ക്ലിങ് റാപ്പർ വെച്ച് കൊടുക്കാം. ഓരോ ഉരുളയും എടുത്തിട്ട് സോസേജിൻ്റെ ആകൃതിയിൽ നമ്മൾക്ക് നീട്ടി ഉരുട്ടി വെക്കാം. അതിനുശേഷം റാപ്പർ എടുത്ത് പൊതിയാം. ഓരോ പ്രാവശ്യം റോൾ ചെയ്യുമ്പോഴും നന്നായിട്ട് ടൈറ്റ് ചെയ്ത് ഇത് റാപ്പ് ചെയ്യാം. നമുക്ക് ഇത് നീളത്തിൽ ഉരുട്ടിയെടുക്കാം. എത്ര നീളം വേണോ അത്രയും നമുക്കിത് കൈകൊണ്ട് പതിയെ ഉരുട്ടിയെടുക്കാം. നന്നായിട്ട് ടൈറ്റ് ചെയ്ത് റാപ്പ് ചെയ്യണം. ഇതുപോലെ ചുരുട്ടിയെടുത്തിട്ട് റാപ്പ് ചെയ്യാം. അലൂമിനിയം ഫോയിൽ പേപ്പർ കൊണ്ടും നമുക്കിത് ഇതുപോലെ ഉരുട്ടിയെടുക്കാം കേട്ടോ. അതിനുശേഷം കൈകൊണ്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് റോൾ ചെയ്യുക. എന്നിട്ട് 2 അറ്റവും നമുക്ക് നോട്ടിടാം. ഒരറ്റത്ത് കെട്ടിട്ടതിന് ശേഷം നന്നായിട്ട് ടൈറ്റ് ചെയ്യുക. മറ്റേ അറ്റം കെട്ടുമ്പോൾ നന്നായിട്ട് പിരിച്ച് ഇത് ടൈറ്റ് ആക്കണം. ഈ അറ്റം നന്നായിട്ട് പിരിച്ച് ടൈറ്റ് ചെയ്താൽ നല്ലതുപോലെ ടൈറ്റായി കിട്ടും. ഇതുപോലെ ആക്കിയെടുക്കുക. അതിനുശേഷം നോട്ടിടുക. നോട്ട് നല്ല പറ്റ ഈ സോസേജിൻ്റെ തൊട്ടടുത്ത് കൊണ്ടൊന്ന് കെട്ടിടാനായിട്ട് ശ്രമിക്കണം. കെട്ട് നന്നായിട്ട് വലിച്ച് ടൈറ്റ് ചെയ്ത് വെക്കുക. ഇപ്പോൾ ഒരു സോസേജ് നമ്മൾ നന്നായിട്ട് റാപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ ബാക്കിയുള്ളതും നമുക്ക് റാപ്പ് ചെയ്തെടുക്കാം. അറ്റത്തെ പിരിച്ച ഭാഗം നന്നായിട്ട് ടൈറ്റ് ചെയ്യാൻ നോക്കണം. ഇപ്പോൾ നന്നായിട്ട് നമുക്കൊന്ന് കൂടി നല്ലതുപോലെ ഇതിങ്ങനെ റോൾ ചെയ്ത് വെക്കാം. നല്ല സ്മൂത്തായിട്ടുള്ള സോസേജ് കിട്ടും. ഇപ്പം നമുക്കിതുപോലെ ബാക്കിയുള്ളതും കൂടി റാപ്പ് ചെയ്തെടുക്കാം.
അപ്പോൾ ആ 9 സോസേജും നന്നായിട്ട് റാപ്പ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ അറ്റം കട്ട് ചെയ്ത് കളയരുത്. ബോയിൽ ചെയ്യുമ്പോൾ വെള്ളം ഇറങ്ങാതെ കട്ട് ചെയ്യരുത്. വെള്ളം നല്ലതുപോലെ വെട്ടി തിളയ്ക്കുമ്പോൾ ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന സോസേജ് ഇട്ട് കൊടുക്കാം. ഇനി കവർ ചെയ്ത് 15 മിനിറ്റ് മീഡിയം ഹീറ്റിൽ വേവിക്കുക. 15 മിനിറ്റിന് ശേഷം നമുക്കിത് തുറന്ന് എടുക്കാം. ഇത് പുറത്തെടുക്കുന്നതിന് മുന്നേ ഒരു പാത്രത്തിൽ തണുത്ത വെള്ളം എടുത്തിട്ട് അതിലേക്ക് ഐസ് ചെറിയ കഷ്ണങ്ങളാക്കി പൊട്ടിച്ച് ചേർക്കുക, അല്ലെങ്കിൽ ഐസ് ക്യൂബ്സ് ചേർത്താലും മതിയാകും. ഇതിലേക്ക് സോസേജ് എടുത്തിടുക. ഇതെല്ലാം പതിയെ ഒന്ന് വെള്ളത്തിൽ മുക്കിയിടുക. ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ ഇതിൻ്റെ ചൂടെല്ലാം പോയി കിട്ടും. അതിനുശേഷം നമുക്കിത് വെള്ളത്തിൽ നിന്ന് പുറത്തെടുക്കാം. ഇനി ഓരോ സോസേജും നമുക്ക് റാപ്പറിനുള്ളിൽ നിന്ന് പുറത്തെടുക്കാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സോസേജാണ്. നമുക്ക് വീട്ടിൽ തന്നെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാം. ഇതുപോലെ കുറച്ച് കൂടുതൽ ഉണ്ടാക്കി വെച്ചാൽ നമുക്ക് ഫ്രീസറിൽ സൂക്ഷിച്ചാൽ നമ്മൾക്ക് കുട്ടികൾക്കൊക്കെ ഇടയ്ക്കെടുത്ത് ഫ്രൈ ചെയ്ത് കൊടുക്കാം. വളരെ സിമ്പിളായിട്ട് നമുക്ക് ചിക്കൻ സോസേജ് ഉണ്ടാക്കിയെടുക്കാം. ഇതുപോലെ തന്നെ നമുക്ക് ബീഫ് സോസേജും അതുപോലെ തന്നെ പോർക്കിൻ്റെ സോസേജും നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ചിക്കൻ സോസേജ് എല്ലാം ഞാൻ റാപ്പറിൽ നിന്ന് പുറത്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് എയർ ടൈറ്റ് ആയിട്ടുള്ള പ്ലാസ്റ്റിക് കവറിൽ ആക്കിയിട്ട് ഫ്രീസറിൽ സൂക്ഷിച്ചാൽ 2-3 ആഴ്ച വരെ ചീത്താവാതെ ഇരിക്കും. നമ്മുടെ കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇത് ഫ്രൈ ചെയ്ത് കൊടുക്കാം. ചെറിയ ചെറിയ പീസസ് ആക്കി കട്ട് ചെയ്ത് ഫ്രൈ ചെയ്ത് കൊടുത്താൽ സോസിൻ്റെ ഒപ്പം കുട്ടികൾക്ക് കഴിക്കാം. കുട്ടികൾക്ക് ഇത് ബണ്ണിൽ വെച്ച് കൊടുക്കാം. അതുപോലെ പിസയിലും ബർഗറിലൊക്കെ ഇത് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് മറ്റൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.